Good morning, students. Today we will learn about Keynes' theory of inflation, and this is known as demand pull inflation. You must have learned it in your UG classes. Let's go through that. Actually, demand pull inflation എന്ന് പറഞ്ഞാൽ കെയ്ൻസ് എന്താണ് മീൻ ചെയ്തതെന്ന് വെച്ചാൽ അഗ്രിഗേറ്റ് ഡിമാൻഡിൽ വരുന്ന ഇൻക്രീസ്, ഓക്കെ, rather than the aggregate supply, that creates an inflation actually. കെയ്ൻസിൻ്റെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞ ആ രണ്ട് കൺസെപ്റ്റ് നമ്മൾ വളരെയധികം യു ജി ക്ലാസ്സസിൽ പഠിച്ചതാണ്. സോ ഈ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലുള്ള ഡിമാൻഡും, ഇറ്റ് ക്യാൻ ബി കൺസംഷൻ ഡിമാൻഡ്, ഇറ്റ് ക്യാൻ ബി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ്, ആൻഡ് ഈവൻ ഇറ്റ് ക്യാൻ ബി ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. All these constitute aggregate demand, and increase in aggregate demand as compared to aggregate supply at full employment level leads to inflation. Full employment level aggregate demand aggregate സപ്ലൈനെ കാട്ടി കൂടുമ്പോഴാണ് നമുക്ക് ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇൻഫ്ലേഷണറി ഗ്യാപ്പ് നമ്മൾ കെയ്നീഷ്യനിസത്തിൽ പഠിച്ചതാണ്. സോ ഗിവൺ ദ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് എസ് കോൺസ്റ്റൻറ്റ്, actually whenever money income increases at full employment level, this always leads to excess aggregate demand over aggregate supply, and that leads to inflationary gap. അതായത് എം പി എസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് മണി ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവലിലാണെങ്കിൽ അഗ്രിഗേറ്റ് സപ്ലൈ അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യില്ല. കാരണം എന്താണ്, ഓൾറെഡി ഓൾ ദ റിസോഴ്സസ് ആർ fully employed, so we cannot further increase the supply. So at that point എന്ത് സംഭവിക്കുന്നു, ഇൻഫ്ലേഷൻ സംഭവിക്കുന്നു. ഓക്കെ, അപ്പം കെയ്നീഷ്യനിസം ആസ് വി ഓൾ നോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഷോർട്ട് റൺ അനാലിസിസ്. ഷോർട്ട് റൺ അനാലിസിസിലാണ് ഇത് പിന്നെ കെയ്നീഷ്യനിസം ഉള്ളത്. വി ഓൾ നോ വാട്ട് കെയ്ൻസ് സെഡ്, ഇൻ ദ ലോങ് റൺ വി ആർ ഓൾ ഡെഡ് എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഷോർട്ട് റണ്ണിൽ പ്രൈസസ് ആർ കൈൻഡ് ഓഫ് അസ്യൂംഡ് ടു ബി ഫിക്സ്ഡ്. പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് നോൺ മോണിറ്ററി ഫോഴ്സസ് ആണെന്നാണ് കെയ്ൻസ് പറയുന്നത്. ഓക്കെ, ഓൺ ദ അതർ ഹാൻഡ് ഔട്ട്പുട്ട് ഈസ് അസ്യൂംഡ് ടു ബി വേരിയബിൾ ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ഡൺ ഇൻ ദി എക്കോണമി. ഓക്കെ, അപ്പോൾ കെയ്ൻസ് പറയുന്നത്, നമ്മൾ പണ്ട് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി പഠിച്ചപ്പോൾ മണി സപ്ലൈയിൽ വരുന്ന ഇൻക്രീസ് പ്രൈസുമായിട്ടുള്ള ഡയറക്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പക്ഷേ ഇൻ കെയ്നീഷ്യനിസം ഇൻകം ഇൻക്രീസ് അല്ലെങ്കിൽ മണി സപ്ലൈ ഇൻക്രീസ് ഉണ്ടാവുമ്പോൾ പ്രൈസസിൽ വരുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എഫക്റ്റാണ്, ആൻഡ് ഇറ്റ് ഹാപ്പൻസ് ത്രൂ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ഫോൾ. ഓക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും മണി സപ്ലൈയും തമ്മിലുള്ളൊരു ബന്ധമുണ്ട്. അപ്പോൾ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോൾ ചെയ്യും. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോൾ ചെയ്യുമ്പോൾ വി ഒബ്വിയസ്ലി നോ ദാറ്റ് വിൽ ട്രിഗർ അപ്പ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്. വെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസസ് നാച്ചുറലി അഗ്രിഗേറ്റ് ഡിമാൻഡ് വിൽ ഓൾസോ ഇൻക്രീസ്. അപ്പോൾ നമ്മുടെ എക്കോണമിയിൽ അൺഎംപ്ലോയിഡ് റിസോഴ്സസ് ഉണ്ടെങ്കിൽ അഥവാ എക്സസ് കപ്പാസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ നോട്ട് ഇൻക്രീസ് ദ പ്രൈസ്. കാരണം ആ അഗ്രിഗേറ്റ് ഡിമാൻഡിൽ വരുന്ന ഇൻക്രീസ് ഈ അൺഎംപ്ലോയിഡ് റിസോഴ്സസ് ഉപയോഗിച്ച് മീറ്റ് ചെയ്യാം. പക്ഷേ വൺസ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇസ് അച്ചീവ്ഡ്, ദിസ് ഇസ് നോട്ട് പോസിബിൾ. വെനെവർ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസസ് മോർ ദാൻ അഗ്രിഗേറ്റ് സപ്ലൈ അറ്റ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ, പിന്നെ എന്താണ് ഇൻക്രീസ് ചെയ്യുക, പ്രൈസ് മാത്രമേ ഇൻക്രീസ് ചെയ്യുള്ളൂ, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഓൺ ദ അതർ ഹാൻഡ് ചില സമയത്ത് സം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻഇലാസ്റ്റിക് ആയിരിക്കും അല്ലെങ്കിൽ ഷോർട്ട് സപ്ലൈ ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് മാർജിനൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ വെൻ മാർജിനൽ കോസ്റ്റ് ഇൻക്രീസസ് നാച്ചുറലി ദ പ്രൈസ് വിൽ ഓൾസോ ഇൻക്രീസ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേജസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വർക്കേഴ്സിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. അപ്പം മൊത്തത്തിൽ ഒരു പ്രൈസ് ഇൻക്രീസ് എക്കോണമിയിൽ ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് വി ഓൾ നോ ഡിമിനിഷിങ് റിട്ടേൺസ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ. അപ്പോൾ ഫുൾ എംപ്ലോയ്മെൻറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈ പിന്നെ ഇലാസ്റ്റിക് അല്ല, സപ്ലൈ എന്താവും, കോൺസ്റ്റൻ്റ് ആവും. അപ്പോൾ
അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രൈസസ് മാത്രമേ ഇൻക്രീസ് ചെയ്യുള്ളൂ, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യില്ല. ഓക്കെ, അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ അൺഎംപ്ലോയ്ഡ് റിസോഴ്സസ് ഉണ്ടെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്താലും നമുക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്യാതെ തന്നെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാം. പക്ഷേ വൺസ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇസ് അച്ചീവ്ഡ് വെൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇസ് മോർ ദാൻ അഗ്രിഗേറ്റ് സപ്ലൈ, ഇറ്റ് ഓൺലി ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ പ്രൈസസ്. ഓക്കെ, സോ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗറിൽ IS and LM curve is given. Initial equilibrium in both money market and goods market is achieved at point E with full employment income at Y and rate of interest at R. Now the government is increasing the expenditure. Government expenditure increase ചെയ്യുമ്പോൾ IS curve IS1 curve ആയിട്ട് മാറും. അപ്പോൾ പുതിയ ഒരു പോയിൻ്റ് നമുക്ക് വരും E1. പഴയ LM കർവിനെ പുതിയ IS കർവ് ഹിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് E1. So the new income is Y1 and the new rate of interest is R1. Both of that has increased. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിമാൻഡ് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തപ്പോൾ ഡിമാൻഡ് കർവും ഇൻക്രീസ് ചെയ്തു. ഓക്കെ, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അഗ്രിഗേറ്റ് ഡിമാൻഡ് ആക്ച്വലി ഇൻക്രീസ്ഡ്. പക്ഷേ പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സസ് ഡിമാൻഡ് പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്തു. ഇപ്പോൾ ഡിമാൻഡ് ഡിന്ന് D1 ആയപ്പോൾ ഒരു എക്സസ് ഡിമാൻഡ് അവിടെ ഉണ്ടായി. YF എന്ന് Y1 ഒരു എക്സസ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്താണ് സംഭവിക്കുക? പ്രൈസ് ഇൻക്രീസ് ചെയ്തു. പ്രൈസ് ഇൻക്രീസ് ചെയ്ത സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ ടു ദ LM കർവ്? LM കർവിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ദ വാല്യൂ ഓഫ് മണി ഹാസ് ഡിക്രീസ്ഡ് അല്ലേ? സോ ദ LM കർവ് വിൽ ഷിഫ്റ്റ് ടു ദ ലെഫ്റ്റ് ടു LM1. ഇഫ് യു ലുക്ക് ഇൻ ടു ദിസ് പിക്ചർ LM1 ആയി മാറും. അപ്പോൾ LM1 IS1 കട്ട് ചെയ്യുന്നത് ബാക്ക് ടു YF ആവും. പക്ഷേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ഇൻക്രീസ്. ഈ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് പ്രൈസ് വിൽ ഓൾസോ ഇൻക്രീസ്. അപ്പോൾ ഇവിടെ പ്രൈസും ഇൻട്രസ്റ്റ് റേറ്റും ഇൻക്രീസ് ചെയ്യും അറ്റ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ആക്ച്വലി. സോ ദിസ് ഇസ് കെയ്ൻസ് തിയറി.